നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചുണ്ടയ്ക്ക തോരനാണ്. ഇതിനെ ഇംഗ്ലീഷിൽ ടർക്കി ബെറി എന്ന് അറിയപ്പെടുന്നത്. പണ്ടൊക്കെ നമുക്ക് പണ്ടല്ല ഇപ്പോഴായാലും അറിഞ്ഞുകൂടാത്ത കായ്കളെല്ലാം വിഷക്കായ്കളാണല്ലോ. ഞാനിത് വിഷക്കായ എന്നും പറഞ്ഞാൽ വിചാരിച്ചത്. ഒരിക്കൽ എൻ്റെ അമ്മ ഒരു ആൻറ്റി പറഞ്ഞിട്ട് ഇതിൻ്റെ തോരൻ ഉണ്ടാക്കി തന്നു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതേപോലെ ഉണ്ടാക്കാൻ പോണേ. പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റൊന്നും ഇതിന് കിട്ടാൻ പോകുന്നില്ല. ഇതിൻ്റെ കായിൽ എന്തെങ്കിലും വെച്ച് ചതച്ചെടുക്കണം. ഒന്നുകിൽ അമ്മിയിൽ വെച്ച് ചതയ്ക്കുക, അല്ലെങ്കിൽ ഞങ്ങളതിൽ ഇടികല്ലുള്ളതുകൊണ്ട് അതിൽ വെച്ചിട്ട് ചതച്ച് അതിൻ്റെ അരിച്ച് കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. എന്നിട്ട് ഒരു 4-5 വെള്ളം കഴുകണം. ഇതൊക്കെ അതിൻ്റെ കറയാണ് ആ കളറിൽ ഇരിക്കുന്നത്. അത് കഴുകി വരുമ്പോഴത്തേന് വെള്ളമെല്ലാം എന്ന് വെച്ചാൽ വെള്ളമൊക്കെ നല്ല കളറിലായിട്ട് അരിച്ചെല്ലാം മാറി നമുക്ക് നന്നായിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് അതിന് ശേഷം കറിവേപ്പിലേക്ക് ഇട്ട് സെറ്റാക്കാം. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് പരിപ്പും കൂടെ ഇടുന്നുണ്ട്. പക്ഷേ ഇന്നെടുത്ത പരിപ്പ് കൂടെ ഭയങ്കരമായിട്ട് കൊടുക്കുകയിട്ടാ. ഈ ചുണ്ടക്കേനെക്കാട്ടിയും കുറച്ച് പരിപ്പ് എടുത്താൽ മതി. ഞാൻ അതിനെക്കാട്ടിയും കൂടുതൽ പരിപ്പാണ് എടുത്തു പോയത് എന്ന് പറഞ്ഞ്. എന്ന് വെച്ചാൽ ടേസ്റ്റിന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, കൊള്ളായിരുന്നു. എന്നിട്ട് കുറച്ച് ഉപ്പും ഇട്ട് വേവിക്കാൻ വയ്ക്കുക. രണ്ടിനും കുറച്ച് വേവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് അത് അവിടെ ഇരുന്ന് ഒരു 10-15 മിനിറ്റോളം വേവും. നമുക്കിതിനിടയിൽ കുറച്ച് റംബൂട്ടാൻ തന്നെ അമ്മ കൊണ്ടുവന്നതാണ്. അമ്മയുടെ ബ്രദറിൻ്റെ അവിടെ എങ്ങാണ്ടോ കാഴ്ചതാണ് അല്ലേ വെച്ചാൽ അങ്ങനെ എന്തോ കൊണ്ട് തന്നത്. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാ വർഷവും അവിടെ നിന്ന് കിട്ടും. പിന്നെ ഇതിൽ സാധാ അരപ്പാട്ടം ഇട്ട്, അതായത് നമ്മൾ തോരനൊക്കെ ഇട്ടുന്ന തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ അതിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഉണ്ട്. എന്നിട്ട് നേരത്തെ ഇട്ട ഉപ്പ് ശരിയായില്ല, കുറഞ്ഞു പോയായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഉപ്പൊക്കെ ഇട്ട് അതിന് വീണ്ടും സെറ്റ് ചെയ്തെടുത്ത് ഉച്ചയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിളാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് അയൺ കണ്ടൻറ്റ് കൂടുതലാണ് ഇതിന്. പിന്നെ ഷുഗർ പേഷ്യൻറ്റിനും അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു വെജിറ്റബിളാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണേ.